ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഒരു 8 പാനൽ കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും 4 പീസ് വീതം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിന് വേണ്ടി കട്ട് ചെയ്തതിൽ നിന്നും 2 പീസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് മിഡിൽ പോർഷനിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അരികുവശത്ത് വരാൻ വേണ്ടി നമുക്ക് ഈ അരികുവശത്ത് 2 ഇതുപോലെ വളഞ്ഞ പോർഷൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ വരാൻ വേണ്ടി നമുക്ക് അടുത്ത ബാക്ക് പീസ് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് നിന്നും ഇതിന് മാച്ചിങ് ആയിട്ട് വരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ജോയിൻ ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്യണം. സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് 2 സ്ട്രെയിറ്റ് പീസും അടുത്ത 2 സൈഡിലും 2 സ്ട്രെയിറ്റ് പീസും തന്നെയാണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തെടുത്ത ശേഷമാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടി, അപ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഫ്രണ്ടിൽ 4 പീസും ബാക്കിൽ 4 പീസുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് സ്റ്റിച്ചിങ് അധികം അറിയാത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻറ്റ്സ് ഇവിടെ എടുക്കുന്ന ഷോൾഡർ 6.25 ഇഞ്ചാണ്. ആം ഹോൾ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ മെഷർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 40 ഇഞ്ചിലാണ് കേട്ടോ എടുക്കുന്നത്. 11.5 ഇഞ്ചാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്റ്റിച്ചിങ് അലവൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത മെഷർമെൻറ്റ്സിൽ മാറ്റം വരുത്തി കുറച്ചും കൂടി കൂട്ടിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ ഭാഗമാണ് കേട്ടോ. താഴത്തെ ഭാഗം ലെവലല്ലാതെ ആയിരിക്കും വരുന്നത്. നമ്മൾ പീസ് ജോയിൻ ചെയ്തിട്ടല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ലെവലാക്കിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അരികുവശം 2.5 ഇഞ്ച് ഞാൻ കയറ്റി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. ഇവിടെ ഫ്രണ്ട് പീസിൽ ക്യാൻവാസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം എടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഓവൽ ഷേപ്പിൽ വരുന്നൊരു നെക്ക് ഡിസൈനാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. സ്ലീവ് ഇവിടെ 3/4 സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലൊരു പൈപ്പിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയി തന്നെ നമുക്ക് നല്ല ഷേപ്പിന് തന്നെ കിട്ടും. ബാക്കിലൊരു വള്ളി കൂടി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്